എല്ലാവർക്കും നമസ്കാരം. 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ്ലി ചോദിച്ച 10th ലെവലിൽ ചോദിച്ച ചോദ്യങ്ങൾ കുറച്ച് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുന്നു, അവ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സീരീസിലെ ക്ലാസ്സാണിത്. എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് നോക്കാം. ആദ്യ ചോദ്യം: ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 11 ആയി. ടീച്ചറുടെ വയസ്സ് എത്ര? നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ശരാശരിയിലെ ഒരു ചോദ്യമാണിത്. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമായിരിക്കും. എങ്ങനെ ചെയ്യാം? നമ്മളെല്ലായ്പ്പോഴും ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. എന്ത് ചെയ്യും? എണ്ണം ആദ്യം എഴുതി. എത്രയാണ്? 30 കുട്ടികളാണുള്ളത്, അത് ആദ്യം എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? 30 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. നമ്മൾ ആദ്യം എണ്ണം എഴുതി, പിന്നെ എന്ത് ചെയ്തു? ശരാശരി എഴുതി. ആദ്യം എണ്ണം എഴുതി, പിന്നെ ശരാശരി എഴുതി. 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്. ഇനി എന്താ പറഞ്ഞത്? ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ എന്ന് പറയുമ്പോൾ ഈ 30 എന്താവും? എണ്ണം 31 ആവും. ഒരാൾ കൂടി എക്സ്ട്രാ വരികയാണ് അല്ലേ? അപ്പോൾ അത് എത്രയാണ്? അതും തന്നിട്ടുണ്ട്. ശരാശരി വയസ്സ് 11 ആയി എന്നാണ് പറയണേ. ആദ്യം എന്ത് പറഞ്ഞു? 30 കുട്ടികളാണുള്ളത്, 10 ആണ് അവരുടെ ശരാശരി വയസ്സ്. ടീച്ചറെ കൂടി ചേർത്തപ്പോൾ അത് എത്രയായി? 31 പേരായി. 31 പേരുടെ ശരാശരി വയസ്സ് എത്രയാണ്? 11 ആണ്. ഇതാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ടീച്ചർ ഇവിടെ ഒരു അധികപ്പറ്റ അല്ലേ, കൂടുതലായിട്ട് വന്ന ആളാണ്. 10 11 ആയി, 30 31 ആയി. ഇതിന് കൂടുതലായിട്ട് വന്ന ആളാണ് ടീച്ചർ. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം ആദ്യം നമ്മൾ എടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഇവയുടെ വ്യത്യാസം എടുക്കുകയാണ്. വ്യത്യാസം എടുത്താൽ 30 31 ആവാൻ എന്തുണ്ടായി? 1 പ്ലസ് 1 ആണ്. ഇവിടെ 10 11 ആവാനോ? അതും 1 അല്ലേ? ഈ 30 31 നമ്മൾ വ്യത്യാസം എടുക്കുക, 10 11 നമ്മൾ വ്യത്യാസം എടുക്കുക. എന്നിട്ട് ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസ്, എന്താ പറഞ്ഞത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഗുണിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാനെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ 1 ഗുണിക്കണം 11, 1 ഗുണിക്കണം 11 എത്രയാ? 11. കൂട്ടണം ഈ 1 ഗുണിക്കണം 30 എത്രയാ? 30 എത്രയാ? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുക. എന്നിട്ട് അത്രയേ ഉള്ളൂ പരിപാടി. എത്രയാ? 41. അപ്പോൾ ടീച്ചറുടെ വയസ്സ് എത്രയാ? ഈ 41 ആണ് ടീച്ചറുടെ വയസ്സ്. ഇതേ മോഡലുള്ള വേറെ ചോദ്യങ്ങളുണ്ട്, അതും കൂടി ചെയ്യുമ്പോൾ ഇത് നോക്കാം. ഇതാ അടുത്ത നോക്ക്. 50 പേരുടെ ശരാശരി ഭാരം 40 കിലോഗ്രാം ആകുന്നു. സംഘത്തിൽ നിന്ന് ഒരാൾ പോയപ്പോൾ ശരാശരി 1 കുറഞ്ഞാൽ പോയ ആളിൻ്റെ ഭാരം എത്ര? അപ്പോൾ അവിടെ വന്നിരിക്കുന്ന വ്യത്യാസമാണ് ആളുടെ ഭാരം എന്ന് പറയുന്നത്. നോക്കിക്കോ, എണ്ണം ആദ്യം എഴുതി 50, അവരുടെ ശരാശരി ഭാരം 40 കിലോഗ്രാമാണ്. സംഘത്തിൽ നിന്ന് ഒരാൾ പോയാൽ എന്താണ് അവിടെ? ആളുകളുടെ എണ്ണം എത്രയായി? 49 കറക്റ്റ് അല്ലേ? അവരുടെ ശരാശരി എന്താവും? 1 കുറയും. എന്താ പറഞ്ഞത്? 50 പേരുണ്ടായിരുന്നു, അവരുടെ ശരാശരി 40. സംഘത്തിൽ നിന്ന് ഒരാൾ പോയാൽ അപ്പം ആൾക്കാരുടെ എണ്ണം എത്രയാണ്? 49. ശരാശരി 1 കുറയും. അപ്പോൾ പുതിയ ശരാശരി എത്രയാണ്? 39. എങ്കിൽ എന്താണ്? പോയ ആളിൻ്റെ ഭാരമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്താൽ മതി. എന്ത് ചെയ്യുക? ഇതിൻ്റെ വ്യത്യാസം എടുക്കുക. 50 എന്തായി? 49 ആണായത്. കൂടുകയാണോ കുറയാണോ ചെയ്തത്? കുറയാണ് ചെയ്തത് അല്ലേ? 50 എന്തായി? 49 അപ്പോൾ അവിടെ കുറയാണ് ചെയ്തത്. -1 ആണ് അവിടെ വന്ന വ്യത്യാസം. എണ്ണം കുറഞ്ഞു. അപ്പോൾ എന്തിടണം? മൈനസ് ഇടണം. 40 39 അവിടെ എന്താണ്? കുറവാണ് ഉണ്ടായത്. അപ്പോൾ എന്ത് ചെയ്യണം? -1 ആണ്. ആ മൈനസ് ഓർത്ത് വയ്ക്കാം. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യാന്നറിയോ? നേരത്തെ ചെയ്ത അതേ പരിപാടി ഗുണിക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ഗുണിക്കാം. അപ്പോൾ ഇവിടെ -1 ഗുണിക്കണം 39 എത്രയാ? -39. കൂട്ടലിന് വ്യത്യാസമല്ല, കൂട്ടണം. -1 ഗുണിക്കണം 50 എത്രയാ? -50. -1 ഗുണിക്കണം 50 -50. മൈനസും പ്ലസും ഗുണിച്ചാൽ എന്താണ്? മൈനസാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -39 കൂട്ടണം -50 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടി കൂട്ടുക എന്ന് പറഞ്ഞാൽ 2 തുല്യ ചിഹ്നങ്ങൾ, അതായത് സെയിം ആയിട്ടുള്ള മൈനസും ആണെങ്കിൽ, അല്ലെങ്കിൽ പ്ലസും ആണെങ്കിൽ കൂട്ടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാതെ? അവയെ കൂട്ടിയതിന് ശേഷം, സംഖ്യകളെ കൂട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക? ആ മൈനസിൻ്റെ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. 39ഉം 50ഉം കൂട്ടിയാൽ 89. ഇനി എന്താണ്? ആ ചിഹ്നം ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ നോക്ക്, ഇവിടെ പോയ ആളിൻ്റെ ഭാരമാണ് ചോദിച്ചത്. വെയിറ്റ് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവുമോ? വെയിറ്റ് നെഗറ്റീവ് ആവുമോ? ഇല്ല, വെയിറ്റ് നെഗറ്റീവ് ആവില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്തായിരിക്കും? ഈ മൈനസിനെ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല.
കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ മൈനസിനെ നിങ്ങൾ നോക്കേണ്ടത് ഒരൊറ്റ സ്ഥലത്ത് നോക്കിയാൽ മതി. ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. മനസ്സിലായല്ലോ? അങ്ങനത്തെ ചോദ്യങ്ങളിൽ മാത്രം അത് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ രണ്ടിടത്തും ഒരേ ചിഹ്നമാണെങ്കിൽ എന്ത് ചെയ്യുക, രണ്ടും ഇതേമാതിരി ആൻറ്റി ക്ലോക്ക് വൈസ് ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 39ഉം 50ഉം കൂട്ടി 89 കിലോഗ്രാമാണ് ഉത്തരം എന്ന് എഴുതാം. ഇവിടെ മൈനസ് വന്ന എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് പോയി. അപ്പോൾ 89 കിലോഗ്രാമാണ് അവിടെ വന്ന കുറവ്. അത് കാണിക്കാനാണ് മൈനസ് വന്നത് കേട്ടോ. അപ്പോൾ മൈനസ് 89 കിലോഗ്രാം കണ്ടില്ലല്ലോ ഓപ്ഷനിൽ, 89 കിലോഗ്രാം ഉള്ളല്ലോ എന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ ആവേണ്ട. നമ്മുടെ ഉത്തരം എന്താണ്? 89 കിലോഗ്രാമാണ്. പോയ ആളായതുകൊണ്ടാണ് മൈനസ് വന്നത് കേട്ടോ. 89 കിലോഗ്രാം മൈനസ് വന്നത് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ചോദ്യം കൂടി ഇതേ മോഡലിൽ ചോദിച്ച ഒരു ചോദ്യം കൂടി നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ഒരു കുട്ടിക്ക് വാർഷിക പരീക്ഷയിൽ 100 മാർക്ക് വീതമുള്ള 6 വിഷയങ്ങളാണ് ഉള്ളത്. 5 വിഷയങ്ങൾക്കുള്ള ശരാശരി മാർക്ക് 89 ആയിരുന്നു. 6ാമത്തെ വിഷയം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരാശരി മാർക്ക് 90 ആയാൽ 6ാമത്തെ വിഷയത്തിന് ലഭിച്ച മാർക്ക് എത്ര എന്നാണ് ചോദിച്ചത്. ഈ ചോദ്യം വലിയ ചോദ്യമാണ്. കാണുമ്പോൾ നമുക്കിത് അറിയാത്ത ആൾക്കാരെന്താ അത് വേണ്ടെന്ന് വിചാരിച്ച് ഒഴിവാക്കി പോകും. അതിനുള്ള പരിപാടിയൊന്നുമില്ല. ഇവിടെ എന്താണ് ഈ 100 മാർക്ക് വീതമാണെന്നൊക്കെ പറഞ്ഞതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇല്ല, അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഇമ്പോർട്ടൻസ് ഉള്ളത് ഇവിടെ 6 വിഷയങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, 5 വിഷയങ്ങൾക്കുള്ള ശരാശരി മാർക്ക് 89. എണ്ണം അവിടെ എത്രയാണ്? 5. അങ്ങനെ വാ, അതിലേക്ക് വാ കേട്ടോ. എത്ര ശരാശരി മാർക്ക്? 89. 5 എണ്ണത്തിനാണ് 89. ഇനി എന്താ ചോദിച്ചേ? 6ാമത്തെ വിഷയം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരാശരി എന്തായി? 90 ആയി. 6ാമത്തെ വിഷയം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ 6 എണ്ണത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 90 ആയി. ഇത്രയേ ഉള്ളൂ. എങ്കിൽ 6ാമത്തെ വിഷയത്തിന് ലഭിച്ച മാർക്ക് എത്ര? ഇത്രയും നേരം ചെയ്ത സെയിം മെത്തേഡ് ഫോളോ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? വ്യത്യാസം കാണുകയാണ് അല്ലേ? ഇവിടെ എന്താ ഉണ്ടായത്? നിങ്ങൾ പറ. 5 6 ആയി. എന്ത് ചെയ്തേ? കൂടുകയാണ് ചെയ്തത്. അപ്പോൾ മൈനസ് എഴുതണോ? വേണ്ട, കൂടുകയാണ് ചെയ്തത്. അപ്പോൾ +1. 89 90 ആയി. അവിടെയും കൂടെ ചെയ്തത് +1. ഇനി എന്ത് ചെയ്യും? ഈ ചിത്രം ഒന്ന് ഓർത്താൽ മതി. ആൻറ്റി ക്ലോക്ക് വൈസ് ഗുണിക്കുക. 1 ഗുണിക്കണം 90 90 കൂട്ടണം 1 ഗുണിക്കണം 5 5. ഉത്തരം അപ്പം എത്രയാ? 90 കൂട്ടണം 5 95. നമ്മുടെ ഉത്തരം 95 മാർക്കാണ് എന്ത് ചെയ്തത്? ലാസ്റ്റത്തേന് കിട്ടിയത് കേട്ടോ. വേറെയും മെത്തേഡ്സ് ഉണ്ട്, പക്ഷേ ഇതാണ് നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു മെത്തേഡ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. 5 ഗുണിക്കണം 89 ചെയ്യണം. അതേപോലെ 6 ഗുണിക്കണം 90 ചെയ്യണം. എന്നിട്ട് 6 ഗുണിക്കണം 90 എന്ത് ചെയ്യുക? 5 ഗുണിക്കണം 89 കുറയ്ക്കണം. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ അതിലേക്കൊന്നും നിൽക്കേണ്ട. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു മെത്തേഡാണ്. അടുത്തൊരു ഭാഗത്തിലേക്ക് നോക്കി നോക്കാം. അടുത്ത നോക്ക്. 7/8 തുല്യമല്ലാത്തത് ഏത്? തുല്യ ഭിന്നം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് ഭിന്നസംഖ്യയിലേ. അപ്പോൾ അതിൻ്റെ ഒരു സാധനമാണ് ചോദിച്ചേക്കുന്നത്. 7/8 തുല്യമല്ലാത്തത് ഏത്? എങ്ങനെ ഭിന്നസംഖ്യയിൽ തുല്യമാക്കുക എന്നുള്ള പരിപാടി നോക്കാം. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ A/B ഭിന്നസംഖ്യ നമുക്ക് A/B എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മേലെയും താഴെയും ഒരേ സംഖ്യകൾ കൊണ്ട്, അപ്പോൾ ഞാൻ ആ സംഖ്യയെ n എന്നെടുക്കുകയാണ്, ഒരേ സംഖ്യകൾ കൊണ്ട് ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ, മേലെയും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ, മേലെ 1 എടുത്താൽ താഴെ 1 കൊണ്ട് ഗുണിക്കുക, മേലെ 2 എടുത്താൽ താഴെ 2 കൊണ്ട് ഗുണിക്കുക, മേലെ 3 എടുത്താൽ താഴെ 3 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ വില എന്തിന് തുല്യമായിരിക്കും? A/Bക്ക് തുല്യമായിരിക്കും. കാരണം എന്താ? ഈ എന്നും വെട്ടിപ്പോവും. അതന്നെ കോൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ ആ ഒരു സാധനം ഇങ്ങനെ എഴുതാൻ സാധിക്കുന്ന സംഖ്യകളാണ് എന്ത്? A/Bയുടെ തുല്യ ഭിന്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? വെട്ടി ചെറുതാക്കിയിട്ട് ചെയ്തു നോക്കാം കേട്ടോ. ഇവിടെ നോക്ക്. 7/8 തുല്യമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കണേ. ഈ 14/16 നമുക്ക് വെട്ടി ചെറുതാക്കി കൂടെ? 2 കൊണ്ട് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയാണ്? 7 താഴെ 8. അപ്പോൾ 7/8 തന്നെയാണ്. അപ്പോൾ അത് തുല്യമാണ് അല്ലേ? എങ്ങനെ ചെയ്തത്? 14/16. ഇതിനെ വെട്ടി എത്ര കൊണ്ട് വെട്ടി? 2 കൊണ്ട് വെട്ടി. അപ്പോൾ ഇവിടെ എന്തായി? 7, ഇവിടെ 8. അതായത് ഈ 14/16 എന്താ ശരിക്കും? 7/8 എന്ത് ചെയ്തു? 2 കൊണ്ട് മേലെയും 2 കൊണ്ട് താഴെയും ഗുണിച്ച സംഖ്യ ആണ്. അതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ A വന്നു. അപ്പോൾ ഇനി അടുത്ത 35/40. 35/40 എന്തുകൊണ്ട് വെട്ടാം? 5 കൊണ്ട് വെട്ടാം. വെട്ടി ചെറുതാക്കിയാൽ മതി കേട്ടോ. 5 കൊണ്ട് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 7 5 35.
40 എണ്ണഞ്ച് 40. അപ്പോൾ അവിടെ 7/8 വന്നു. അപ്പോൾ അതും എന്താണ്, കറക്റ്റാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? 7/8 ഗുണിക്കണം 5 ഗുണിക്കണം 5 അല്ലേ? അപ്പോൾ ഇനി ഇവിടെ നോക്ക്, അടുത്ത് നോക്ക്. 21/32. ഇനി ഇതിനെ ഏതുകൊണ്ട് ചെയ്യാം? ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ? 21/32 ഏത് സംഖ്യ കൊണ്ട് 21/32 ചെറുതാക്കാൻ പറ്റും? കൺഫ്യൂഷനായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. D 70/80. അപ്പോൾ ഇത് വെട്ടാനൊക്കെ അറിയാം. 0 0 വെട്ടി 7/8 നീട്ടി. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരായിരിക്കും നമ്മുടെ 7/8 തുല്യമല്ലാത്തത്. 21/32. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 21/32 വെട്ടി ചെറുതാക്കാൻ സാധിക്കില്ല അല്ലേ? 21/32 എന്ത് ചെയ്യാൻ പറ്റില്ല? കോമൺ ആയിട്ട് ഒരു സംഖ്യ എടുത്ത് വെട്ടി ചെറുതാക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ 21/32 തന്നെയാണ്. അപ്പോൾ ഇതെന്തിന് തുല്യമല്ല? 7/8 തുല്യമല്ല. അങ്ങനെ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? വെട്ടി ചെറുതാക്കിയാൽ മതി എന്നേ കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ തുക എത്ര? എന്ത് ചെയ്യുക? ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ എഴുതുക. ഏതൊക്കെയാണ്? 2 3 5 7 11. ഇത് 5 എണ്ണമാണ് എന്ത്? ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ. ഇതിനെല്ലാത്തിനെയും കൂട്ടിയാൽ മതി. അതിന് പിന്നെ ഷോർട്ട് കട്ടിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതിന് ഷോർട്ട് കട്ടും ഇല്ല കേട്ടോ. 2 + 3 + 5 + 7 + 11 എത്ര കിട്ടുക? 10 10 18 എത്രയാ? 28 ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. നമ്മൾ പക്ഷേ വേറെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? എണ്ണൽ സംഖ്യേൻ്റെ തുക കാണാൻ, ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ, അതിൻ്റെയൊക്കെ തുക കാണാൻ ഇക്വേഷൻ വെച്ച് പഠിച്ചിട്ടുണ്ട്. അത് മറക്കരുത്. അത് ഈ സമയത്ത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ആ ഇക്വേഷനൊക്കെ ഒന്ന് ജസ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ട് ഇത് ഓർമ്മയില്ലേ എന്നുള്ള കാര്യം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വരിയും നിരയും എന്ന് പറഞ്ഞ സാധനമാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. 40 കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഉണ്ട്. 40 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട്. ലതയുടെ റാങ്ക് മുന്നിൽ നിന്നും 15ാമതാണ് എങ്കിൽ അവസാനത്ത് നിന്നും ലതയുടെ റാങ്ക് എത്ര എന്നാണ് ചോദ്യം. 40 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത്. ലതയുടെ റാങ്ക് മുന്നിൽ നിന്നും 15ാമതാണ്. മൊത്തം 40 പേരാണുള്ളത്. അതിലെന്ത് ചെയ്യുന്നു? ലതയുടെ റാങ്ക് മുന്നിൽ നിന്നും 15ാമതാണ് എങ്കിൽ പിറകിൽ നിന്ന് ഇത് എത്രാമതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? 40ൽ നിന്ന് 15 കുറയ്ക്കാം. ആകെ തുകയായ 40ൽ നിന്ന് 15 കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? +1 കൂട്ടുക. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്. ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. 40ൽ നിന്ന് 15 കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 1 കൂട്ടുക. 40ൽ നിന്ന് 15 പോയാൽ എത്രയാണ്? 25 + 1 എത്രയാണ്? 26. 26 എന്ത്? പുറകിൽ നിന്ന് ലതയുടെ സ്ഥാനം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം പറയുമ്പോൾ ഒന്നും കൂടി ഓക്കെ ആയിട്ട് മാറും. അടുത്ത ചോദ്യം നോക്കാം. സരളയുടെ റാങ്ക് മുകളിൽ നിന്ന് 9ഉം താഴെ നിന്ന് 38ഉമാണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മുകളിൽ നിന്ന് എന്താണ്? 9ആണ്. താഴെ നിന്ന് അത് 38ആണ്. അപ്പോൾ മൊത്തത്തിൽ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ 38ഉം 9ഉം 38ഉം കൂട്ടുക. 38 + 9 എഴുതിയാലും മതി, കുഴപ്പമില്ല. 9ഉം 38ഉം കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ പ്ലസ് അല്ലേ, അപ്പോൾ എന്ത് ചെയ്യും? 1 കുറയ്ക്കുകയാണ് ചെയ്യുക. 9ഉം 38ഉം കൂട്ടിയതിന് ശേഷം 1 കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് കൂട്ടിയാൽ എത്ര കിട്ടുക? 9ഉം 38ഉം കൂട്ടിയാൽ 47. 47 1 പോയാൽ 46 ആയിരിക്കും നമ്മുടെ ഉത്തരം. എന്താ ചെയ്യേണ്ടത്? നമുക്ക് മുന്നിൽ നിന്നുള്ളൊരു റാങ്ക് തന്നു, പുറകിൽ നിന്നുള്ളൊരു റാങ്ക് തന്നു. അപ്പോൾ എന്ത് ചെയ്യും? 9 കൂട്ടണം 38 ചെയ്യുന്നു. ഇവിടെ പ്ലസ് ആണല്ലോ, കുറയ്ക്കണം 1. ഇത്രയേ ഉള്ളൂ പരിപാടി. ഉത്തരം 46. അടുത്ത ഒരു ചോദ്യം നോക്കാം. ഈ ഒരു ചോദ്യം ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളവർ ഉത്തരം ഇപ്പം തന്നെ പെട്ടെന്ന് ചെയ്യുക, പോസ് ചെയ്തിട്ട്. അല്ലാത്തവർ ശ്രദ്ധിക്കുക. എന്താണ് ചോദ്യം? 1/2 കൂട്ടണം, 1/4 കൂട്ടണം, 1/8 കൂട്ടണം, 1/16ൻ്റെ ദശാംശ രൂപം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളിവിടെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഛേദത്തിൽ എന്താ സംഭവിക്കുന്നത്? 2 4 8 16. എന്താ? 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16. അതായത് 1/2 ഗുണിക്കണം 1/2. അടുത്ത എന്താ? 1/4 ആണ് ഇത് കിട്ടുക. 1/4 ആണേ. അപ്പോൾ ഇതിനെ 1/4 ഗുണിക്കണം 1/2. എല്ലാത്തിനും 1/2 കൊണ്ട് ഗുണിക്കണം. അല്ലെങ്കിൽ എന്താണ്? ഛേദം ഇരട്ടിച്ച് പോവുകയാണ്. ഛേദം ഇരട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 1/2ൻ്റെ പകുതിയാണ് 1/4, 1/4ൻ്റെ പകുതിയാണ് 1/8, 1/8ൻ്റെ പകുതിയാണ് 1/16. ഇത്തരത്തിലാണെങ്കിൽ
ചോദ്യം എന്താണ്, ഇതിൻ്റെ ദശാംശ രൂപമാണ്. അതിന് മുമ്പായിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. 1/2 കൂട്ടണം, 1/4 കൂട്ടണം, 1/8 കൂട്ടണം, 1/16 എന്ന് ചോദ്യം തരികയാണ്. അപ്പോൾ ഇതിന് നോക്കേണ്ട എന്താ, ഈ പാറ്റേൺ നോക്കുക. 2, 4, 8, 16 ഇരട്ടിച്ച് പോകുന്നുണ്ടെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് അവസാനത്തെ ഛേദം 16, ഏറ്റവും വലിയ സംഖ്യ, അതായിരിക്കും നമ്മുടെ ഉത്തരത്തിൻ്റെ ഛേദം. മേലെ വരാൻ പോകുന്നത് എന്തായിരിക്കും, ഇതിൽ നിന്ന് 1 കുറച്ചത്, ഈ ഛേദത്തിൽ നിന്ന് 1 കുറച്ചതായിരിക്കും മേലെ വരിക. ഞാൻ പറഞ്ഞത് എന്താണ്, ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ, ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ലാസ്റ്റത്തെ അല്ലെങ്കിൽ ഏറ്റവും വലിയത് ഏതാ, 16 അല്ലേ, അതിനെ ഛേദമായി എഴുതുകയും ഈ ഛേദത്തിൽ നിന്ന് 1 കുറച്ചത്, 16 1 കുറച്ചത് എത്രയാ, 15, നമ്മുടെ ഉത്തരമായിട്ടും എന്ത് ചെയ്യും, വരും. 15/16. ഇനി എന്ത് ചെയ്താൽ മതി, 15/16 ചെയ്താൽ നമ്മുടെ ഉത്തരമായി. 15/16 ഹരിക്കുക തന്നെ വേണം, നല്ല നമുക്ക് കിട്ടുള്ളൂ. 15/16 എന്ത് ചെയ്യാം, നോക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഒരു 0 ഇട്ടു, ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടു. ഇനി എന്ത് ചെയ്യുന്നു, 150/16 എത്രയാ, 9/16. എത്രയാ 9/16, 144 9/16 അല്ലേ. 10 16 160, 9 16 144, 160 എന്ത് ചെയ്തായി, 16 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ശിഷ്ടം 6 എന്ന് കിട്ടി. നമുക്കിവിടെ 0.9 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓപ്ഷനിലേക്ക് നോക്ക്, 0.9 ആരംഭിക്കുന്ന ഒരേ ഒരു ഓപ്ഷനുള്ളൂ, അത് ഓപ്ഷൻ സിയാ. അതാണ് നമ്മുടെ ഉത്തരം, 0.9375. അത്ര ചെയ്താൽ മതി. ഉത്തരം മൊത്തത്തിൽ എഴുതി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഒരു മത്സര പരീക്ഷയ്ക്കുണ്ടോ, ഇല്ല. നമുക്ക് ഇത്രയും കിട്ടിയാൽ മതി, 0.9 കിട്ടിയാൽ മതി ഉത്തരം കണ്ടുപിടിക്കാൻ. അവിടെ വെച്ച് നിർത്താം, ഉത്തരം മാർക്ക് ചെയ്യാം. അടുത്ത ഒരു ചോദ്യം നോക്കാം. 1/2 കൂട്ടണം, 1/4 കൂട്ടണം, 1/8 കൂട്ടണം, 1/16 കൂട്ടണം, 1/32 ആണ് നമ്മളെ ചോദ്യം എന്ന് പറയണത്. ഇത് ചെയ്യാൻ എങ്ങനെയാ, നിങ്ങൾ പറ, എന്താ ഉത്തരം എന്തായിരിക്കും, ഛേദം എന്താ വരിക ഇതിൻ്റെ. ഇതിനെ നോക്ക്, 2, 4, 8, 16, 32 അങ്ങനെയാണ് പോണത്. അതെന്താണ്, ഇരട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഛേദം ഇരട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഈ പാറ്റേൺ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഉത്തരം എന്നറിയാം അല്ലേ. എന്ത് ചെയ്യും, ഏറ്റവും വലിയ ഛേദം അതെടുത്തെഴുതി, അത് നമ്മുടെ ഉത്തരത്തിൻ്റെയും ഛേദം. അംശം എന്തായിരിക്കും, 32. ഇതൊന്നും എന്ത് ചെയ്യുന്നത്, 1 കുറച്ചത്, 32 1 കുറച്ചാൽ എത്രയാണ്, 31. നമ്മുടെ ഉത്തരം 31/32 ആയിരിക്കും. ഇനി ചോദ്യം നോക്ക്, 1/2 കൂട്ടണം, 1/4 കൂട്ടണം, 1/8 ആണ് നമ്മളെ ചോദ്യം എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക, അതേ വലുതാര 8, 8നെ താഴെ എഴുതി, മേലെ എന്തായിരിക്കും, 8ൻ്റെ കൂടെ 1 കുറച്ചത്, 8ന്ന് 1 കുറച്ചത് എത്രയാ, 7, 7/8. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അടുത്തെന്തായിരിക്കും, 1/2 കൂട്ടണം, 1/4 കൂട്ടണം, 1/8 കൂട്ടണം, 1/16 കൂട്ടണം, 1/32 കൂട്ടണം, 1/64 ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം എന്തായിരിക്കും, ഒന്നും നോക്കാനില്ല. 64 താഴെ എഴുതി, മേലെ 64ന്ന് 1 കുറച്ചത് 63 എഴുതി, പരിപാടി അവിടെ കഴിഞ്ഞു അല്ലേ. നമ്മുടെ ഉത്തരം 63/64. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യയാകാൻ സാധ്യതയില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പൂർണ്ണവർഗ സംഖ്യ അതായത് പെർഫെക്റ്റ് സ്ക്വയർ. ഒരു എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ ഏതാ, 49 അല്ലേ. അതെന്താ ഒരു പെർഫെക്റ്റ് സ്ക്വയർ, ഏതിൻ്റെ സ്ക്വയറാ, 7ൻ്റെ സ്ക്വയറാ അല്ലേ. അതുകൊണ്ടാണ് അതിനെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ടുള്ളൊരു വർഗ്ഗമാണത്. അപ്പോൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്ത് ഇനി ഞാൻ പറയാൻ പോകുന്ന സംഖ്യകളായിരിക്കണം ഉണ്ടാവേണ്ടത്. 0, 1, 4, 5, 6 അല്ലെങ്കിൽ 9. ഈ സംഖ്യകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൂർണ്ണവർഗ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ പാടുള്ളൂ. ആരൊക്കെ, 0, 1, 4, 5, 6, 9. അപ്പോൾ പൂർണ്ണവർഗ സംഖ്യ അല്ലാത്ത സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്ത് ആരായിരിക്കും ഉണ്ടാവുക, 2. ഇതിലില്ലാത്ത സംഖ്യകൾ പറഞ്ഞാൽ മതി, 2, 3, 7, 8. അപ്പോൾ ഇതിൽ പഠിക്കാൻ സുഖം ഏതാ, ഇത് പഠിക്കുന്നതാണ് സുഖം അല്ലേ. ആകെ 4 നമ്പർ നോക്കിയാൽ മതി, 2, 3, 7, 8. അപ്പോൾ നിങ്ങളിത് പഠിക്കുകയും വേണ്ട. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പഠിക്കുകയും വേണ്ട, നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. എങ്ങനെ നോക്കിയാൽ മതി, 1ൻ്റെ സ്ക്വയർ എത്രയാ, 1 അല്ലേ. 2ൻ്റെ സ്ക്വയർ എത്രയാ, 4. 3ൻ്റെ സ്ക്വയർ എത്രയാ, 9.
4ൻ്റെ സ്ക്വയർ എത്രയാ? 16. 5ൻ്റെ സ്ക്വയർ എത്രയാ? 25. 6ൻ്റെ സ്ക്വയർ എത്രയാ? 36. 7ൻ്റെ സ്ക്വയർ എത്രയാ? 49. 8ൻ്റെ സ്ക്വയർ എത്രയാ? 64. 9ൻ്റെ സ്ക്വയർ എത്രയാ? 81. 10ൻ്റെ സ്ക്വയർ എത്രയാ? 100. ഇനി വീണ്ടും റിപ്പീറ്റാണ്. 11ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 121. അത് വീണ്ടും റിപ്പീറ്റ്. ആ 1 2 3 പറഞ്ഞു പോകണം കാര്യം. ഓക്കെ ആണല്ലോ? ഇതാണ് അപ്പോൾ നോക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് അറിയുന്ന സംഖ്യകളാണ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയത്. ഇത് നോക്ക്, ഇതിൽ വരുന്നത് 1 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? 0 വരുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് പൂർണ്ണവർഗ സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്ത് ഉണ്ടാവുക? 0, 1, വേറെ 4, പിന്നെ 5, പിന്നെ 6, പിന്നെ 9. 0, 1, 4, 5, 6, 9. അപ്പോൾ ഇതിൽ വരാത്തത് ആരൊക്കെയായിരിക്കും? ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളിത് കാണാതെ പഠിക്കണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ വരാത്തത് ആരൊക്കെയാണ്? 2 വരും, 3 ഉണ്ട്, അതേപോലെ ഇനി ആരാ? 7ഉം 8ഉം. ഈ സംഖ്യകൾ ആരും എന്ത് ചെയ്യില്ല? ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ ആ സംഖ്യ എന്തല്ല? പൂർണ്ണവർഗ സംഖ്യയല്ല. അപ്പോൾ ഓപ്ഷനിൽ നോക്കിക്കേ, 1225 പൂർണ്ണവർഗ ആവാം. ആണ് എന്നല്ല, ആവാം. 5 ലാസ്റ്റ് വന്നത്. ഇത് നോക്കുക, 67 24 4 വന്നേക്കുന്നേ. അവിടെ എന്താവാം? ആവാം. ഇവിടെ നോക്ക്, 1 വന്നേക്കുന്നത്, അതും എന്താ? ആവാം. പക്ഷേ ഇവിടെ വന്നേക്കുന്നത് 2 2 എന്തായാലും ആവില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം 2502 ഒരു പൂർണ്ണവർഗ സംഖ്യയല്ല. വേറെ മെത്തേഡ്സ് ഉണ്ട് കണ്ടുപിടിക്കാൻ. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ആ മെത്തേഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ചോദ്യത്തിന് എന്തായാലും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ഭയങ്കര ഉള്ളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്ത ഒരു ചോദ്യം ഇതേ മോഡലിൽ തന്നെ നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യ ആകാൻ സാധ്യതയില്ലാത്തത് ഏത്? നോക്ക്, ഇവിടെ നോക്ക്, 4 ആകാം. ഏതൊക്കെ പൂർണ്ണവർഗ സംഖ്യകളാവാൻ സാധ്യത ഉള്ളത്? ഒറ്റയുടെ സ്ഥാനത്ത് ആരൊക്കെ വരണം? 1 വരണം, അല്ലെങ്കിൽ 0 വരണം, 1 വരണം. ഇനി ആരാ? 2 3 പറ്റുമോ? ഇല്ല. പിന്നെ 4 വരാം, 5 വരാം, 6 വരാം, പിന്നെ ആരെ വരിക? 9 വരാം. അപ്പോൾ പറ്റാത്തത് ആരൊക്കെയാണ്? 2 3 7 8. ഇനി നിങ്ങൾ നോക്കിക്കേ, വളരെ സിമ്പിളായിട്ട് 1 സെക്കൻഡിൽ ചോദ്യം നോക്കി ഉത്തരം എഴുതി. ഉത്തരം ആരാ? 5408. കാരണം ഒറ്റയുടെ സ്ഥാനത്ത് 8. ഒരു പൂർണ്ണവർഗ സംഖ്യയുടെയും ഒറ്റയുടെ സ്ഥാനത്ത് ആര് വരില്ല? 2 3 7 8 എന്നീ സംഖ്യകൾ വരില്ല. സിമ്പിൾ ചോദ്യമല്ലേ? 1 മാർക്ക് കയ്യിലിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലാസ്റ്റത്തെ ചോദ്യമാണിത്, നോക്കാം. ഒരു 2 അക്ക സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതി ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ, എന്താ പറയുന്നത്? ഒരു 2 അക്ക സംഖ്യയുണ്ട്, അതിൻ്റെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതി അതിനെ ആദ്യത്തെ സംഖ്യയോട് കൂട്ടിയാൽ തുകയായ സംഖ്യ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതുകൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും? അപ്പോൾ സംഖ്യകൾ തന്നെ 3 5 9 11. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ ഇത് ചെയ്തിട്ട് ഞാൻ പറയാം. ഒരു എക്സാമ്പിളായിട്ടൊരു സംഖ്യ എടുത്തോ, 24 എന്ന് പറഞ്ഞൊരു സംഖ്യ എടുത്തോ. ഇത് 2 അക്ക സംഖ്യയാണല്ലോ, 2 അക്കങ്ങളുണ്ട്, അതിൻ്റെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതി. അപ്പോൾ ഇതിൽ 24 2 അക്കങ്ങൾ മാറ്റി എഴുതിയാൽ എന്താ എഴുതാം? 42 എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ, അപ്പോൾ എന്ത് ചെയ്യണം? 24നോട് ഈ 42 കൂട്ടുകയാണ്. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 66 എന്ന് കിട്ടി. ഇനി എന്താ നോക്ക്, തുകയായ സംഖ്യ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും? 66നെ നിശേഷം ഹരിക്കാൻ പറ്റിയ സംഖ്യ താഴെ ആരാ? നിങ്ങളൊന്ന് പറ, ആരാ? 11. 66നെ 11 കൊണ്ട് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യും? നിശേഷമായിട്ട് ഹരിക്കാൻ പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. 35 എടുക്കാം. 35 എടുക്കാം. അപ്പോൾ അടുത്ത സംഖ്യ ഏതായിരിക്കും? 53. 35ഉം 53ഉം കൂട്ടണമല്ലോ. കൂട്ടിയാൽ 8 8 88. അവിടെയും ആരെ കൊണ്ട് ഹരിക്കാം? 11 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ.
ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ എന്താ ഉണ്ടാവുക, ആ സംഖ്യ ഉണ്ടല്ലോ കിട്ടുന്ന സംഖ്യ അതിനെ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഒരു സംഖ്യയായിരിക്കും എല്ലാ കേസിലും കിട്ടുക. എന്തായിരിക്കണം, അത് രണ്ടക്ക സംഖ്യ ആയിരിക്കണം എന്നുള്ള കാര്യം മാത്രം. അപ്പോൾ ഒരു എക്സാമ്പിളും കൂടിയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഏതൊരു സംഖ്യയ്ക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക എത്രയാണ്, ഒരു 54 വിചാരിക്കാം. 54 വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 45, രണ്ടും കൂട്ടിയാൽ 99. 99 11 കൊണ്ട് പോവില്ലേ, ഏത് സംഖ്യ എടുത്താലും കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ സംഖ്യ എടുക്കാം, 12 എടുക്കാം, തിരിച്ചിട്ടാൽ 21, രണ്ടും കൂട്ടിയാൽ 33. പറ്റില്ലേ, സിമ്പിളായിട്ട് പറ്റും അല്ലേ. അപ്പോൾ 11 കൊണ്ട് ഇങ്ങനെ ഹരിക്കാൻ 11 ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. കുറച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുത്ത് ഈ ഒരു ട്രിക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അടിപൊളിയാക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു ട്രിക്കാണിത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിത്തത്തിലൊരു ഉഴപ്പുണ്ടാവരുത്, നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, താങ്ക് യു.